യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് തിരുനാമത്തെ വാഴ്ത്തുവൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പൻ. സംഗീതത്തോടെ തിരുസന്നിധിയിൽ വരുവൻ. യഹോവ തന്നെ ദൈവം അറിവൻ. അവിടെ നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞങ്ങളായിരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങളെ കാത്തതിനായി സ്തോത്രം കയറ്റുന്നു. ഞങ്ങളുടെ യാത്രകളിലും അധ്വാനങ്ങളിലും അവിടുത്തെ കൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവാലയത്തിലായിരുന്നുകൊണ്ട് അങ്ങ് ആരാധിക്കുവാൻ, ഭവനത്തിലായിരുന്നുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായും സ്തോത്രം. നാഥ, വിവിധങ്ങളായ ഇടങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങ് ആരാധിക്കുന്ന ദൈവജനത്തിനു മേൽ അവിടുത്തെ ആത്മാവിനെ പകരണമേ. ഗായക സംഘത്തെ അനുഗ്രഹിക്കണമേ. ആരാധനയുടെ വിവിധങ്ങളായ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസരുടെ മേൽ അങ്ങയുടെ കൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങളായി, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായി തുറന്നുള്ള ആരാധന അനുഭവത്തെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. കോറിനോട് ചേർന്ന് 18-ാം ഗീതം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 18. Yeah.
സർവശക്തനായ ദൈവത്തെ നമുക്ക് മഹത്വീകരിക്കാം. സ്തുതിലിതാനികൾ 2-ാം ഭാഗം, ആരാധനക്രമം 3-ാം പുറം, ആരാധനക്രമം 4-ാം പുറം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകൾ അറിയണമേ. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എന്റെ വായി അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമെന്തുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാം അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുക. അനുതാപ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. യഥാർത്ഥമായ അനുതാപത്തോടുകൂടി ദൈവത്തോട് നമുക്ക് ക്ഷമ യാചിക്കാം. 10-ാം പുറത്തിലെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് ക്രിസ്തുയേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവും പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവസന്നിധിയിൽ നിന്ന് നിരന്തരമായി നാം അനുഭവിക്കുന്ന നന്മകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഇമ്മാനുവേലായി നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന, ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം ധൈര്യം നൽകുന്ന ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയറ്റാം. സ്തോത്ര പ്രാർത്ഥനയായി 14-ാം പുറത്തിലെ പൊതുവായ സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടുന്നതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടുന്നതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടുന്നതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരയണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ.
കൊയറിനോട് ചേർന്ന് 341 ഗീതം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 341. അൻപതാം സങ്കീർത്തനം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 50. ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്ത് സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല. അവിടുത്തെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവിടുത്തെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാര് എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. മലകളിലെ പക്ഷികളൊക്കെയും ഞാൻ അറിയുന്നു, വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തേക്കുള്ള തിരുവചന ഭാഗങ്ങൾ ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. വായിക്കുവാനായി നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം സെഖര്യാവ് 2-ാം അധ്യായം 6 മുതൽ 13 വരെ. സെഖര്യാവ് 2-ാം അധ്യായം 6 മുതൽ 13 വരെ.
ഹേ ഹേ, വടക്കേ ദേശം വിട്ടോടുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിൻ്റെ 4 കാറ്റ് പോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ, ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ, ചാടിപ്പോകുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈ കുലുക്കും. അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായി തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. സിയോൻ പുത്രിയെ, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിന്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധ ദേശത്ത് യഹൂദയെ തൻ്റെ ഓഹരിയായി കൈവശമാക്കുകയും യെരൂശലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. സകല ജഡവുമായുള്ളവരെ, യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിക്കുവിൻ. അവൻ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നരുളിയിരിക്കുന്നു. സകല ജഡവുമായുള്ളവരെ, യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിക്കുവിൻ. അവൻ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നരുളിയിരിക്കുന്നു. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 12 മുതൽ 24 വരെ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 12 മുതൽ 24 വരെ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കുവിൻ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ. സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുവിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെ. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. യേശുവിൻ്റെ ശിഷ്യന്മാർ ചിലർ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുമെന്നും പിതാവിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു? യേശു എന്താകുന്നു സംസാരിക്കുന്നത് എന്ന് നാം അറിയുന്നില്ല എന്നവർ പറഞ്ഞു. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നത് എന്ന് യേശു അറിഞ്ഞ് അവരോട്, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു,
നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. ത്രിയേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം ക്രമം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നതിനായി ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. പരിശുദ്ധ കർത്താവ്, അവിടുത്തെ കൃപ അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ ഒരു അവസരം നൽകിയതിനായി സ്തോത്രം. അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആരാധിക്കുമ്പോൾ തന്നെ ആവശ്യഭാരങ്ങളുടെ മധ്യമായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ദേശത്തിലെ പ്രിയമുള്ളവരെ ഓർക്കുവാനും അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുകയാൽ സ്തോത്രം കരറ്റുന്നു. അപ്രകാരം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഉണർത്തിക്കുവാൻ അങ്ങ് ദാനമായി നൽകിയിരിക്കുന്ന ഈ ആലയത്തിനായും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകൾക്കായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരറ്റുന്നു. ഈ നാളുകളിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗമായി അനുഗ്രഹീതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ, ഒരു ജനമായി വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം കരറ്റുന്നു. എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾക്ക് നേർന്നു നൽകുന്ന അച്ഛനെയും കുടുംബത്തെയും തുടർന്നും ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കമ്മിറ്റികളുടെ മേലും അങ്ങയുടെ കൃപ വ്യാപരിക്കുമാറാകണമേ. നാഥ, പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയറിന്റെ ശുശ്രൂഷകളെ ഈ നാളുകളിൽ അങ്ങേറ്റവും അനുഗ്രഹിച്ച് നൽകുകയാൽ സ്തോത്രം. ഇന്നേ ദിനം പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ക്രമീകരിക്കപ്പെടുന്ന ശുശ്രൂഷകൾ അനേകർക്ക് പ്രയോജനകരമാക്കി തീർത്തിരിക്കുന്നുവല്ലോ. തുടർന്നും അങ്ങ് നന്മകൾ നൽകണമേ. ഈ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ. നേതൃത്വം നൽകുന്നവരെയും സാമ്പത്തികമായി സഹായിക്കുന്നവരെയും ഈ ശുശ്രൂഷയെ പ്രാർത്ഥനയിൽ ഓർക്കുന്നവരെയും അധികമായി ബലപ്പെടുത്തണമേ. മിഷൻ പ്രവർത്തനങ്ങളിൽ ദൈവ സാന്നിധ്യം നൽകി ഇന്നയോളം ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി സ്തോത്രം കരറ്റുന്നു. സഭയായി ഞങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന മിഷണറിമാരെയും അവരുടെ ശുശ്രൂഷ മേഖലകളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ കുടുംബങ്ങളെയും അവരായിരിക്കുന്ന ഇടങ്ങളിലെ വിശ്വാസ സമൂഹത്തെയും അങ്ങ് ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാധു സഹായ നിധിയുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ കൃപ ഈ നാളുകളിൽ നൽകുന്നതിനായും ഞങ്ങളുടെ സഭയിൽ അനേകർക്കത് ആശ്വാസമായി തീരുന്നതിനായും സ്തോത്രം. TJ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുറന്നും അനുഗ്രഹിക്കുമാറാകണമേ. നാഥ, പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ആശ്രയമായിരിക്കുമാറാകണമേ. അതിന്റെ പണികൾ മുന്നോട്ട് ക്രമീകരിക്കുവാൻ ആവശ്യമായ സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അധ്വാനിക്കുന്നവരെ അങ്ങയുടെ ദൂതന്മാരുടെ കാവലിൽ അങ്ങ് കാക്കണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥനയോടുകൂടി ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന സാമ്പത്തികമായി സഹായിക്കുന്ന എല്ലാവരെയും അങ്ങ് ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ദേശത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം വരും നാളുകളിൽ അങ്ങ് സഹായിക്കണമേ. നാഥ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലെ എല്ലാ സംഘടനകളുടെ പ്രവർത്തനങ്ങളെയും കഴിഞ്ഞൊരു വർഷക്കാലം അങ്ങ് അനുഗ്രഹിച്ച് നൽകിയതിനായി സ്തോത്രം.
പ്രതികൂലങ്ങളുടെ മധ്യേയും സാക്ഷ്യമുള്ള ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം വിവിധങ്ങളായ സംഘടനകളെ അങ്ങ് സഹായിച്ചുവല്ലോ. ഇന്നേ ദിനം സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ വാർഷിക പരീക്ഷ ക്രമീകരിക്കുമ്പോൾ ആ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാക്കുകയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ അധ്യാപകർക്കും അത് ഏറ്റവും പ്രയോജനകരമാക്കി തീർക്കുകയും ചെയ്യണമേ. അതിന്റെ ഭാഗമായി പരിശ്രമിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഈ നാളുകളിൽ ഞങ്ങളുടെ സഭയുടെ പരിസരം അലങ്കരിക്കുമ്പോൾ അവിടുത്തെ കൃപ അധികമായി നൽകി അനുഗ്രഹിക്കണമേ. ആ ശുശ്രൂഷ ഏറ്റവും ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് സംഘടനകളുടെ പ്രവർത്തനങ്ങളെയും തുടർന്നും അനുഗ്രഹിക്കുമാറാകണമേ. വാർഷികത്തിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അധിക നന്മകൾ നൽകി ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങ് സ്നേഹിക്കുന്നതിനായി സ്തോത്രം കരേറ്റുന്നു. ഈ നാളുകളിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ മധ്യയായിരുന്നവരുടെ പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി ആശ്വാസവും സമാധാനവും അങ്ങ് ദാനമായി നൽകുന്നതിനായും സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർദ്ധക്യ മാതാപിതാക്കളെ നിരന്തരമായ ദൈവസാന്നിധ്യത്താൽ അനുഗ്രഹിക്കണമേ. അവർക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും സ്തോത്രം കരേറ്റുന്നു. ആയുസ്സും ദിനങ്ങളൊക്കെയും ആരോഗ്യത്തോടും ബലത്തോടും ജീവിക്കുവാൻ സഹായിക്കണമേ. അവരുടെ നല്ല ദൃഷ്ടാന്തം പിന്തുടരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ തൊഴിൽ മേഖലകളിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. അവിടുത്തെ കൃപ അനുഭവിച്ചുകൊണ്ടായിരിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുകയും അങ്ങ് ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദൂര രാജ്യങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാമീപ്യം അങ്ങ് അവർക്ക് ദാനമായി നൽകണമേ. അവരുടെ സഹപ്രവർത്തകരായി മേലധികാരികളായി അവരോട് ബന്ധപ്പെടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ അവർ ഉൾക്കൊള്ളുന്ന കുടുംബങ്ങളും ഞങ്ങളുടെ ദേശവും സഭയും അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. പ്രത്യേകിച്ച് കൂലിവേല ചെയ്ത് ഉപജീവന മാർഗങ്ങളിൽ ഏർപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് സ്ഥിരമായ വരുമാന മാർഗങ്ങളെ ഒരുക്കി നൽകുമാറാകണമേ. കാർഷിക മേഖലയിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർക്ക് സമാധാനവും ആശ്വാസവും അവരുടെ കാർഷിക വിളവുകൾക്ക് നല്ല വിലയും ലഭ്യമാകുവാനുള്ള എല്ലാ അവസരവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്തിലെ യുവ സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യവന നാളുകളിൽ സൃഷ്ടാവായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. അവിടുത്തെ കൃപയും കരുതലും അധികമായി പകരണമേ. പ്രത്യാശയോടുകൂടി അവരുടെ ജീവിതങ്ങളിൽ മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ. അവരിൽ കുടുംബസ്ഥരായി പ്രാർത്ഥനയോടുകൂടി കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ആരംഭിച്ചിരിക്കുന്ന ജീവിതം ശ്രേഷ്ഠകരമായി നയിക്കുവാൻ തക്കവണ്ണം എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുമാറാകണമേ. വരും ദിനങ്ങളിൽ കുടുംബസ്ഥരാകുവാനായി ആഗ്രഹിച്ച് ഒരുങ്ങുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ കൃപ അധികമായി നൽകണമേ. വിവാഹത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഏറ്റവും അനുഗ്രഹിച്ച് നൽകി ആശീർവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതങ്ങളിലെ നന്മകൾ അനുഭവിച്ചുകൊണ്ടായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രസവാനന്തരം പൈതലുമായി ദൈവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. തുടർന്നും ദൈവകൃപയിൽ അങ്ങ് മുന്നോട്ട് നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് അങ്ങ് ദാനമായി നൽകുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം. ഈ കാലഘട്ടത്തിലും പ്രത്യാശയോടുകൂടി വിവിധങ്ങളായ ശുശ്രൂഷകളുടെ ഭാഗമാകുവാൻ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. സഭയായി ഞങ്ങൾ ക്രമീകരിച്ച കരോൾ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം നൽകിയതിനായും അനുകൂലമായ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഞങ്ങളുടെ ദേശത്തിൽ ഒരുക്കിയതിനായും സ്തോത്രം കരേറ്റുന്നു. ഈ ആഴ്ചകളിൽ ക്രമീകരിക്കപ്പെടുന്ന മറ്റെല്ലാ ആരാധനകളിലും ലേല ശുശ്രൂഷയിലുമൊക്കെ അങ്ങയുടെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുമാറാകണമേ. തുടർന്നും പ്രത്യാശയോടുകൂടി സന്തോഷത്തോടുകൂടി പുതുവർഷത്തെ വരവേൽക്കുവാനും ദൈവകൃപ അനുഭവിക്കുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ദൈവകൃപ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരം നൽകിയല്ലോ. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികൾക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം വരും നാളുകളിൽ സഹായിക്കുമാറാകണമേ. അവരുടെ അനുഗ്രഹീതമായ നേതൃത്വവും സേവനവും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ സംസ്ഥാനത്തിനും ഏറ്റവും പ്രയോജനകരമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനായും മഹായിടവയ്ക്കായും ഞങ്ങളുടെ രാജ്യമെങ്ങും നടക്കുന്ന ക്രിസ്തീയ ശുശ്രൂഷകൾക്കായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ജീവിതങ്ങളിൽ നന്മയും സമാധാനവും നൽകുമാറാകണമേ. അവരിലൂടെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി നിറവേറ്റപ്പെടുവാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളുടെ മേലും അങ്ങയുടെ കൃപ ഈ നാളുകൾ വ്യാപരിക്കുന്നതിനായി സ്തോത്രം കരേറ്റുന്നു. എല്ലാ ജനവിഭാഗങ്ങൾക്കും നന്മയും സമാധാനവും സന്തോഷവും ലഭ്യമാകുവാൻ തക്കവണ്ണം ഭരണ സംവിധാനങ്ങളിലൂടെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങ് ആരാധിക്കുവാനും ദൈവികമായ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനും വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നുവല്ലോ. ഇന്നേ ദിനവും തുടർന്നും അവിടുത്തെ കൃപ അനുഭവിച്ചുകൊണ്ട് ആലയത്തിലായിരിക്കുവാനും അവിടുത്തെ ശബ്ദം കേൾക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വചനം സംസാരിക്കുന്ന അച്ഛനെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളെ തുറന്നൊരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ദൈവാലയത്തിലെ കൂട്ടായ്മകൾ നൽകി ഞങ്ങൾ ആശീർവദിക്കണമേ.
യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കരുണ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണം. പരീക്ഷ കൃതാവശ്യം നിർവഹിക്കണം. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധാരാധനയിൽ സംബന്ധിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ആരാധനകൾ നാം ക്രമീകരിച്ചിരിക്കുന്നത് COVID-19 എന്ന രോഗബാധ തടയുന്നതിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകൾ ആരാധനയ്ക്ക് വരുന്നത് നിയമപരമായ അല്ലെങ്കിൽ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് നിയന്ത്രിച്ചിരിക്കുന്നു. എങ്കിലും ആരോഗ്യമുള്ള ആളുകൾ ചിലരെല്ലാം നമ്മുടെ ആരാധനകളിൽ സംബന്ധിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ 10 വയസ്സിന് താഴെയുള്ളവർ വരാൻ പാടില്ല എന്നതാണ്. ഒരുപക്ഷെ 8 or 7 ഒക്കെ വയസ്സുള്ള ആളുകൾ വന്നാൽ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ അവരുടെ സമീപത്ത് അവരുടെ കയ്യിൽ തന്നെ വച്ചിരിക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നവർ ഈ സൈഡിലാണ് ഇരിക്കാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ ഈ ആരാധന കഴിഞ്ഞാൽ ചർച്ച് കമ്മിറ്റിയുടെ ഒരു യോഗം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ അംഗങ്ങളും അതിൽ പങ്കുചേരുവാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ക്രിസ്മസ് റൗണ്ട്സ് വളരെ ഭംഗിയായി നടക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ദൈവം തന്നു നല്ല കാലാവസ്ഥ നൽകി സഹകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ലേല ശുശ്രൂഷ ധാന്യ ലേലം ക്രിസ്മസിനോട് അനുബന്ധിച്ച് നടത്തുന്നത് നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ നടത്തുന്നതിനുള്ള അവസരം ദൈവം ഒരുക്കി. അതിൽ 98 കുടുംബങ്ങളാണ് പങ്കുചേർന്നത്. 1,3670 രൂപയാണ് നമുക്കതിലൂടെ ലഭ്യമായത്. തുടർന്ന് ഇന്ന് ചിലരെല്ലാം ലേലത്തിൽ പങ്കുചേരുന്നുവെന്ന് ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. നാളെ നമുക്ക് പൊതുവായ ധാന്യലേലം ഉണ്ടായിരിക്കും. ക്രിസ്മസ് ധാന്യലേലത്തിൽ ഇനി പങ്കെടുക്കാനുള്ള എല്ലാ കുടുംബങ്ങളും പങ്കുചേരുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഉള്ളത് എന്താണോ അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. മേൽത്തരമായി നൽകുന്നതിന് ശ്രമിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിവിധ ശുശ്രൂഷകളുടെ ഭാഗമായി സഭയും സഭാംഗണവും വളരെ മെച്ചമായി മനോഹരമാക്കി തീർക്കുന്നുണ്ട്. CF-ൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു പുൽക്കൂട് നിർമ്മാണം നടത്തുന്നുണ്ട്. അതുപോലെ വാർഡ് തലത്തിലുള്ള പുൽക്കൂട് പ്രദർശനവും ഈ വർഷവും ക്രമീകരിച്ചിരിക്കുന്നു. ഡീക്കന്മാരുടെ നേതൃത്വത്തിൽ അത് ക്രമീകരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ദൈവാലയത്തിൽ നാം കടന്നു വരുമ്പോൾ ഒരു ഫ്ലോർ മാറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അത് വളരെ ജീർണിച്ച അവസ്ഥയിൽ പഴയതായിരുന്നു. അത് മാറ്റി പുതിയത് നമുക്കിടുന്നതിനുള്ള അവസരം ദൈവം ഒരുക്കിയിരിക്കുന്നു. അതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് വന്ന ശ്രീമാൻ വിൻസെൻ്റ് സാറിനെയും തൻ്റെ സഹോദരൻ ബ്ലാസ്റ്റൻ സാറിനെയും ഇരു കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മണ്ണന്തലയിൽ താമസിക്കുന്ന വിൻസെൻ്റ് സാറും കുടുംബവും അവർക്ക് ദൈവം ദാനമായി നൽകിയ കൊച്ചു കുഞ്ഞുമായി വീണ്ടും ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ബ്ലാസ്റ്റൻ നിശാന്ത് എന്ന സഹോദരനും കുടുംബത്തിനും ദൈവം കുടുംബമായി വിവിധ തരത്തിലുള്ള നന്മകൾ നൽകി കുഞ്ഞുങ്ങളെയൊക്കെ നൽകി മുന്നോട്ട് നയിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ നന്ദിയായിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. 25,000 രൂപയോളം ഇപ്പോൾ ചിലവായിരിക്കുന്നു എന്ന് 25,000 രൂപ അതിന് ചിലവഴിച്ചു. ഇനി ഫ്രണ്ടിൽ ഒരു മാറ്റ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതും ഒരുപക്ഷെ അവർ ചെയ്യുന്നതിനുള്ള അവസരം ദൈവം നൽകുകയാണെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ തുടർന്ന് നമുക്കത് ക്രമീകരിക്കുന്നതിന് ശ്രമിക്കാം. ദൈവം നമ്മെ നടത്തട്ടെ. ക്രിസ്മസ് ട്രീ വളരെ ക്രമീകൃതമായി നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിച്ച് ഈ വർഷവും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത മിസ്റ്റർ വിജയദാസ് ആണ്. അദ്ദേഹത്തെയും പ്രത്യേകം ഓർക്കുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സഭയുടെ ആഭിമുഖ്യത്തിൽ ബോർഫണ്ടിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ക്രിസ്മസ് കിറ്റും സാധുക്കൾക്കുള്ള ധനസഹായവും അതുപോലെ ക്രിസ്മസ് കേക്ക് മറ്റ് തുടങ്ങിയ വിഭവങ്ങളും നൽകുന്നതിനിടയായിത്തീർന്നു. അതിൽ സഹകരിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് നേതൃത്വം നൽകിയ എല്ലാ ഡീക്കന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഈ ആരാധനകൾക്ക് ശേഷം അടുത്ത ആരാധനയ്ക്ക് ശേഷം പാലിയേറ്റീവ് കെയറിൻ്റെ നേതൃത്വത്തിലുള്ള ഭക്ഷണ കിറ്റും അതുപോലെ തന്നെ ധനസഹായം വൈദ്യസഹായവും ക്രിസ്മസിനോട് അനുബന്ധിച്ച് നൽകുന്ന വിശേഷ വസ്ത്രങ്ങളും ക്രിസ്മസ് കേക്ക്
പായസത്തിനുള്ള പദാർത്ഥങ്ങൾ ഇതെല്ലാം നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നു. വൈദ്യസഹായം സ്വീകരിക്കുന്ന ആളുകൾക്കാണ് ആരാധന കഴിഞ്ഞാൽ ഉടനെ നൽകുന്നത്. എന്നാൽ ഭക്ഷണ കിറ്റ് നൽകുന്ന ആളുകൾക്ക് 2 മണി മുതലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം നമുക്ക് 200-200-ലധികം 300ഓളം ആളുകൾ വിവിധ തരത്തിൽ ഇതുമായിട്ട് സഹകരിച്ച് ഇതിൽ പങ്കുചേരാനുണ്ട്. അതുകൊണ്ട് 2 സമയമാണ് ഇതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ആ കാര്യം ശ്രദ്ധിക്കുക. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും പാലിയേറ്റീവ് കെയറിൻ്റെ ആളുകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും നേരുകയും ചെയ്യുന്നു. ബുധനാഴ്ച നമുക്ക് കുട്ടികളുടെ ക്രിസ്മസും ക്രിസ്മസ് ട്രീയും ക്രമീകരിച്ചിരിക്കുന്നു. അന്നേ ദിവസം ദീപാലങ്കാരം സഭയുടെ മുൻഭാഗവും സഭയും എല്ലാം ദീപാലങ്കാരത്താൽ നാം ക്രമീകരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ വർഷങ്ങളെ പോലെ. അതുപോലെ സഭാംഗണത്ത് ക്രമീകരിക്കുന്ന പുൽക്കൂടിൻ്റെ ഉദ്ഘാടനം എന്നിവയെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. വാർഡ് തലത്തിലുള്ള പുൽക്കൂടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം ക്രമീകരിച്ചിരിക്കുന്നു. 5 മണിക്കാണ് സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ക്രിസ്മസ് ട്രീ നടക്കുന്നത്. അതിനുശേഷം ക്രിസ്മസിൻ്റെ ചെറിയ ചില പ്രോഗ്രാംസ് ഉണ്ടായിരിക്കുന്നതാണ്. 24-ാം തീയതി വൈകുന്നേരം നമുക്ക് സെമിട്രി പ്രയർ ഉണ്ടായിരിക്കും. അതിനെ തുടർന്ന് ഒരു സെമിട്രി ചാപ്പൽ കൂടെ നാം നിർമ്മിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വരുമ്പോൾ അവിടെ മഴയും വെയിലുമൊക്കെ വളരെ പ്രയാസമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഗണിച്ച് അടിയന്തരമായിട്ടത് ചെയ്യണമെന്ന് കഴിഞ്ഞ തിരുസഭാ യോഗങ്ങളിലെല്ലാം ആവശ്യപ്പെട്ടതുകൂടെ പരിഗണിച്ചാണ് അത് ചെയ്യുന്നത്. അതിൽ സഹകരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് നമുക്ക് 6 മണി മുതൽ ദൈവാലയത്തിൽ പ്രത്യേക ആരാധന ഉണ്ടായിരിക്കും. വൈകുന്നേരമുള്ള ആരാധന. അതിൽ കൊയർ പ്രത്യേക പാട്ടുകൾ പാടുന്നതായിരിക്കും. 25-ാം തീയതി നമുക്ക് രാവിലെ 5:30 മണിക്കാണ് ആദ്യത്തെ ആരാധന. 5:30 മണി മുതൽ 6:30 മണി വരെ. അതിനെ തുടർന്ന് 7 മുതൽ 8 വരെയും 8:30 മണി മുതൽ 9:30 മണി വരെയും അങ്ങനെ 3 ആരാധനകൾ ക്രിസ്മസ് ദിനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. അതിൽ ക്രിസ്മസ് സന്തോഷം പങ്കിടുന്ന കേക്കും ഏവർക്കും നൽകുന്നതാണ്. 26-ാം തീയതി പൂഞ്ഞാങ്കോട് ആരാധനാ കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷവും ആരാധനയും ക്രമീകരിച്ചിരിക്കുന്നു. 4 മണിക്കാണത് നടക്കുന്നത്. നമ്മുടെ സഭയിൽ താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കുചേരാവുന്നതാണ്. 27-ാം തീയതി രാവിലെ വിശുദ്ധ ആരാധന ക്രമീകരിച്ചിരിക്കുന്നു. അതിൽ അത്യാവശ്യം വേണ്ടവർക്ക് 3-ാമത്തെ ആരാധനയിൽ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയും ക്രമീകരിക്കുന്നുണ്ട്. അതിൽ താല്പര്യമുള്ളവർ അതിൽ പങ്കുചേരാവുന്നതാണ്. അതുപോലെ അന്ന് വൈകുന്നേരം 27-ാം തീയതി വൈകുന്നേരം യുവതി യുവാക്കളുടെ നേതൃത്വത്തിൽ 6:30 മണി മുതൽ ടാലന്റ് നൈറ്റ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. അതിലും താല്പര്യപൂർവ്വം കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാവുന്നതാണ്. 31-ാം തീയതി നമുക്ക് രാവിലെ മുതൽ ഭവന സന്ദർശനവും വർഷാന്തി പ്രാർത്ഥനയുമുണ്ട്. ഏതെങ്കിലും ഭവനങ്ങൾ സന്ദർശിക്കേണ്ടതില്ല എങ്കിൽ ഏതെങ്കിലും അസൗകര്യം രോഗത്താലോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളാലോ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. അതുപോലെ പ്രാർത്ഥനയ്ക്ക് പോകാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പങ്കുചേർന്നവർ ഈ പ്രാവശ്യം എനിക്ക് പങ്കുചേരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതും അറിയിക്കുവാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് വൈകുന്നേരം 31-ാം തീയതി വൈകുന്നേരം നമുക്ക് 7 മണി മുതൽ സാക്ഷിയോഗവും ആരാധനയും ഉണ്ടായിരിക്കും. അതിലും അത്യാവശ്യം വേണ്ടവർക്ക് തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കുചേരാനുള്ള അവസരം ഒരുക്കുന്നതാണ്. തുടർന്ന് പുതുവർഷത പുലരിയോടെ നാം ആരാധന അവസാനിപ്പിക്കുന്നതിനുള്ള ക്രമീകരണമാണ് ചെയ്തു വരുന്നത്. 1-ാം തീയതി രാവിലെ 7 മണിക്ക് പുതുവത്സര ആരാധന ഉണ്ടായിരിക്കും. വിദ്യാരംഭ ശുശ്രൂഷ അതിനോടനുബന്ധിച്ച് നടത്തുന്നതായിരിക്കും. 3-ാം തീയതി ഞായറാഴ്ച ഉടമ്പടി ഞായറാഴ്ചയായിട്ട് ഉടമ്പടി ശുശ്രൂഷയായി ക്രമീകരിക്കുന്നു. അന്നേ ദിവസം ആരാധനകൾക്ക് ശേഷം സൺഡേ സ്കൂളിൻ്റെയും മറ്റ് സംഘടനകളുടെയും CF, സ്ത്രീജന സഖ്യം, മെൻസ് ഫെലോഷിപ്പ്, യങ് ഫാമിലി ഫെലോഷിപ്പ് തുടങ്ങിയ സീനിയർ സിറ്റിസൺസ് എന്നിവയുടെ സംയുക്ത വാർഷിക യോഗവും ക്രമീകരിച്ചിട്ടുണ്ട്. 24-ാം തീയതി സാധാരണ നാം നടത്തുന്ന പോലെ രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരുമായി ക്രിസ്മസ് കേക്ക് എല്ലാം നൽകി ക്രിസ്മസ് സന്തോഷം പങ്കിടുന്നതിന് അവർക്കായി പ്രാർത്ഥിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ചെയ്യുന്നു. ഏവരും താല്പര്യത്തോടെ ഈ ശുശ്രൂഷകളിൽ പ്രാർത്ഥനയോടെ സഹകരിക്കുക. നമ്മെല്ലാവരെയും ദൈവം അതിശയകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിലല്ലാതെ വിദൂരങ്ങളിലായിരുന്ന ചില ആളുകളെങ്കിലും ക്രിസ്മസ് കാലയളവിൽ ഭവനത്തിൽ വരും. അവർക്ക് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നതിന് പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ
ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനോ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കോ സ്നാനപ്പെടുത്തുന്നതിനുള്ള അവസരവും ഈ ആരാധനകളിൽ ഒരുക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഞങ്ങളെ സന്ദർശിച്ച് അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. 2 വിവാഹ പരസ്യങ്ങളുണ്ട്. കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ മിസ്റ്റർ ബി ബ്രൈസിംഗ്, മിസ്സിസ് ജയലത YD, മകൻ നിതിൻ ബ്രൈറ്റ് ജെയിം. കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ മിസ്റ്റർ Y ഗമാലിയൽ, മിസ്സിസ് LA റോസമ്മ, മകൾ ഷൈന GR തമ്മിലും. കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ ലേറ്റ് കെ വർഗീസ്, മിസ്സിസ് ബി ലത, മകൻ നിതിൻ വർഗീസും. കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ പൂവച്ചൽ ഇടവകയിൽ മിസ്റ്റർ ജസ്റ്റിൻ ജയകുമാർ, മിസ്സിസ് കെ ജിജി, മകൾ ജീന ജസ്റ്റിനും തമ്മിലും വിവാഹബന്ധത്തിലേർപ്പെടുന്നതിനെ സംബന്ധിച്ചിരിക്കുന്ന വിവാഹങ്ങൾ നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും തക്കതായ കാരണം തെളിയിക്കുന്നതിന് കഴിഞ്ഞാൽ ആയതിന് ഇന്നു മുതൽ 3 ദിവസങ്ങൾക്കകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൽ സമർപ്പിക്കുകയും പ്രത്യേകം കാഴ്ചകളും നേർച്ചകളും സമർപ്പിച്ചിരിക്കുന്നവരെ ഓർക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനും വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ കാഴ്ചകളായും നേർച്ചകളായും കടന്നു വരുവാനും ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ടും കർത്താവിൽ സമർപ്പിച്ച് കൊണ്ടും അങ്ങേ ആരാധിക്കുന്നതിനും അവസരം നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ മഹാമാരിയുടെ പ്രശ്നങ്ങളുള്ളപ്പോൾ, കഷ്ടനഷ്ടങ്ങളുള്ളപ്പോൾ, ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവിടുത്തെ ദിവ്യമായ ശക്തി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പരിപാലിക്കുന്നു. അതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. തുടർന്ന് അവിടുത്തെ ദിവ്യശക്തി അനുഭവിപ്പാൻ സഹായിക്കണം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് തിരുസന്നിധിയിൽ നന്ദിയോടെ കടന്നു വന്നിരിക്കുന്ന കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകാൽ ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ആരാധനയുടെ മനോഹാരിത കൂടുതൽ അനുഗ്രഹകരമാക്കി തീർക്കുന്നതിന് ഒരു ഫ്ലോർമേറ്റ് ദൈവസന്നിധിയിൽ നേർച്ചയായി സമർപ്പിച്ച് അങ്ങേ ആരാധിക്കുന്ന 2 കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് സഹോദര കുടുംബങ്ങളെന്ന നിലയിൽ അവരെ കൊച്ചു കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ആസ്വദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തിരുസന്നിധിയിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ അനുഭവിച്ച് നിലനിൽക്കുവാൻ ഇതുവരെയും സഹായിച്ചല്ലോ. തുടർന്നും നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകൾക്ക് ഒത്തവണ്ണം അവിടുത്തെ സന്നിധിയിൽ കാർഷിക വിഭവങ്ങളിലൂടെയും മൃഗസമ്പത്തിലൂടെയും പക്ഷിപറവകളിലൂടെയും വിവിധ തരത്തിലുള്ള എല്ലാ നന്മകളിലൂടെയും അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങേ ആരാധിച്ച് തിരുസന്നിധിയിൽ കാഴ്ചകളും നേർച്ചകളും സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. തിരുനന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ സ്വർഗീയമായ സാന്നിധ്യവും അനുഗ്രഹവും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ. തിരുവചനം അവിടുത്തെ ദാനമാണ്. അത് കേൾക്കുവാനും അതനുസരിച്ച് ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിച്ച് മുന്നോട്ട് നയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ ഒന്നുകൂടെ നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം നമുക്ക് അനുകൂലമായി സമീപത്തായി നമ്മോട് കൂടെ ഇരുന്ന് നയിക്കുന്നു. അതുകൊണ്ട് നാം സന്തോഷിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിൽ നാം എല്ലായ്പ്പോഴും സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണ്. അതാണ് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നതിനുള്ള അവസരം, നഷ്ടങ്ങളിലും പാടുന്നതിനുള്ള അവസരം. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ, ഒരുപക്ഷെ മരണകരമായ അവസ്ഥയിൽ പോലും ദൈവമേ, അവിടുത്തെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്ന ചിന്തയോടെ ദൈവത്തിൽ പൂർണ്ണമായി വിനയപ്പെടുത്തുന്ന ജീവിത അവസ്ഥയാണ് ക്രൈസ്തവ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്ന് പാടിയ നമ്മുടെ മിഷണറിവീരനായി നാം അംഗീകരിക്കുന്ന, നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച മഹാനെ നാം മനസ്സിലാക്കുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ ജീവിതം, മോശവത്സരം ശാസ്ത്രിയാരുടെ ജീവിതം നമുക്ക് ഏവർക്കും ഒരു തുറന്ന പുസ്തകം പോലെയാണ്. അദ്ദേഹം എല്ലായ്പ്പോഴും ദൈവത്തിൽ ആനന്ദം കണ്ടെത്തിയ ആളാണ്. കാരണം കർത്താവ് തന്നോടൊപ്പം എപ്പോഴും വസിച്ചിരുന്നു എന്ന വിശ്വാസമാണ്. അദ്ദേഹം മാത്രമല്ല, നമ്മളെല്ലാവരും അങ്ങനെയാണ്. ദൈവം നമ്മോട് കൂടെ. ക്രിസ്മസിന്റെ സന്തോഷം അതാണ്. അതനുസരിച്ച് നാം എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ എല്ലാ വേദഭാഗങ്ങളും ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന് നമ്മെ പ്രബോധിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ്. നാം വായിച്ചു കേട്ട സെഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ പറയുന്നത്, ദൈവത്തോട് ചേർന്നിരുന്ന് ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമേ ജീവിതം ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് വിട്ടുപോരേണ്ടതെല്ലാം വിട്ടുപോന്ന് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം നയിക്കണം എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ വേദഭാഗത്തിൽ. അപ്പോൾ 6-ാമത്തെ സെഖരിയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ഹേ ഹേ വടക്കേ ദേശം വിട്ടോടുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വടക്കേ ദേശം, തെക്കേ ദേശം. വടക്കേ ദേശം എന്ന് പറയുന്നത് ദൈവജനം തിങ്ങിപ്പാർക്കാത്ത ഒരിടമാണ്. ഒരു തരത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളുള്ള, സത്യദൈവത്തെ ആരാധിക്കുന്നതിന് ശ്രദ്ധിക്കാത്ത ജനസമൂഹം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. അവിടെ നിന്ന് വിട്ട് തെക്കേ ദേശത്തിലേക്ക് വരണം. ഞാൻ അതിന്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനും ശുഷ്കാന്തി കാണിച്ച് ദൈവജനം മുന്നോട്ട് പോകണം. നിങ്ങൾ വിടേണ്ടതെല്ലാം വിട്ട് ഓടി ദൈവത്തിന്റെ ദിവ്യ ശക്തിയിൽ ആശ്രയിച്ച് നിലനിൽക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം എന്ന് പറയുന്ന പ്രവാചകനെയാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിരുന്നാൽ ദൈവം ദൈവജനത്തെ കൺമണി പോലെ കാക്കും എന്നും 8-ാം വാക്യത്തിൽ പറയുന്നു. അവിടെ പറയുന്നത്, അങ്ങനെ ദൈവജനത്തെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ തൊടുകയാണെങ്കിൽ കൺമണിയെ തൊടുന്നത് പോലെയാണ് എന്ന് പറയുന്നു. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. ദൈവത്തോട് ചേർന്നിരിക്കുന്ന വിശുദ്ധനായ ദൈവദാസനായ, ദൈവത്തെ പ്രാർത്ഥനയോടെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെ ആക്രമിച്ചാൽ, അവനെ നശിപ്പിക്കുന്നതിന് ശ്രമിച്ചാൽ, വിവിധ തരത്തിൽ അവന് പ്രതികൂലങ്ങൾ വരുത്തുന്നതിന് അല്ലെങ്കിൽ അവൾക്ക് പ്രതികൂലങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ, അത് ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നത് പോലെയാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് എല്ലായ്പ്പോഴും സന്തോഷം നൽകുന്ന, അതിനായിട്ട് അവസരങ്ങൾ ഒരുക്കുന്ന ദൈവത്തെയാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ഇന്ന് 50-ാം സങ്കീർത്തനം വായിച്ചു കേട്ടപ്പോൾ, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ ഭൂമിയെ വിളിക്കുന്ന സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. ഈ പ്രകാശമയമായ ദൈവത്തെയാണ് നാം മനസ്സിലാക്കുന്നത്. എന്തിനാണ് നാം ദൈവാലയങ്ങളും നമ്മുടെ ദൈവാലയവും എല്ലാം ദീപാലങ്കാരം കൊണ്ട് ക്രമീകരിക്കുന്നത്, വീടുകൾ അങ്ങനെ ക്രമീകരിക്കുന്നത്? നീതിസൂര്യനായിരിക്കുന്ന കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചു, സാക്ഷാൽ വെളിച്ചം. ആ വെളിച്ചത്തിന്റെ പ്രതീകമായിട്ടാണ് നാം ഇങ്ങനെ ദീപാലങ്കാരങ്ങൾ നടത്തുന്നത്. ഇത് നമുക്ക് സന്തോഷം പകരുന്ന ഒന്നാണ്. ഇരുട്ട് മാറ്റി സന്തോഷം നമ്മുടെ ജീവിതത്തിൽ പകരുന്ന ദൈവശക്തിയുടെ കിരണങ്ങൾ, ദൈവത്തിന്റെ പ്രകാശരശ്മികൾ നമ്മുടെ മേൽ പതിക്കുന്നതിന് ഇടവരുന്നു. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന ആളുകൾക്ക് പ്രകാശം ലഭ്യമാകുന്ന തരത്തിൽ ദൈവം എപ്പോഴും മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നതിന് ആഗ്രഹിച്ച് നമ്മോടൊപ്പം ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം നാം സ്വാംശീകരിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം നമുക്ക് ജീവിതത്തിൽ നന്മ അനുഭവിക്കുന്നതിന്, സന്തോഷം അനുഭവിക്കുന്നതിന്, ആനന്ദം കണ്ടെത്തുന്നതിന് സാധിക്കും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിന് ഇന്ന് നമ്മെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ലേഖനകർത്താവ് നമ്മോട് പറയുന്നു. അദ്ദേഹം പറയുമ്പോൾ, ലേഖനകർത്താവ് പറയുമ്പോൾ, ഒരു ദൈവ പൈതലിന് ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന് ചില സവിശേഷതകൾ ആവശ്യമാണ്, ഗുണഗണങ്ങൾ ആവശ്യമാണ്. അതിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തി കാണുന്നത്. സുവിശേഷ വേദഭാഗത്തിലും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പ്രവാചകൻ പറയുമ്പോഴും സെഖരിയ പ്രവാചകനും പറയുന്നതും അങ്ങനെയുള്ള സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവജനം എന്ന നിലയിൽ വിടേണ്ടതിനെ വിട്ടോടി ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നതാണ്. ഈ വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന
പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് പ്രവാചകൻ പറയുന്നത് ഗ്രോ ഇൻ ഗ്രേറ്റ് ക്യാരക്ടർ, ദൈവത്തിൽ വൈശിഷ്ട്യ സ്വഭാവമുള്ളവരായിട്ട് വളരുക എന്നതാണ്. വൈശിഷ്ട്യ സ്വഭാവമുള്ളവരായിട്ട് വളരുക. ഇൻ ഗ്രേറ്റ് ക്യാരക്ടർ, ഇൻ ഗുഡ് ക്യാരക്ടർ. നല്ല സ്വഭാവം എന്നതിനേക്കാൾ കുറച്ചുകൂടെ ശ്രേഷ്ഠമായ നിലയിൽ നമ്മുടെ സ്വഭാവങ്ങൾ വിശിഷ്ടമായ നിലയിലായിരിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് നാം വായിച്ചു കേട്ട ലേഖനവേദഭാഗത്തിൽ 5-ാം അധ്യായം, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് 12 മുതലുള്ള വാക്യങ്ങൾ നാം കർത്താവിൽ ആയിരിക്കണം എന്നതാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തുടർന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കണമെന്നാണ്. അവിടെയാണ് സവിശേഷത ഉള്ള സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. അവിടെ പറയുന്നത് സമാധാനമായിരിക്കണം. സഹോദരന്മാരെ, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ട് നടക്കുന്നവരെ ബുദ്ധി ഉപദേശിച്ച് മുന്നോട്ട് നടത്തണം. ബലഹീനരെ താങ്ങണം, ധൈര്യപ്പെടുത്തണം, ഉൾക്കരുത്തില്ലാത്തവർക്ക് ധൈര്യം പകർന്നു കൊടുക്കണം, ദീർഘക്ഷമ കാണിക്കണം. ഇങ്ങനെ വിശിഷ്ട സ്വഭാവമുള്ളവരായിട്ട് നിങ്ങൾ ജീവിക്കണം. അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുന്നതിന് കഴിയും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദോഷം വരുത്തുന്ന സ്വഭാവം നമ്മൾ സൂക്ഷിക്കുന്നുവെങ്കിൽ അതെല്ലാം വിട്ടുകളഞ്ഞ് നല്ല സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത്രയോളം വിശുദ്ധരായിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്രയോളം ഭക്തിയുള്ള പരിപാവനമായ ജീവിതം നയിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം വിടേണ്ടത് വിട്ടോടണം. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഭക്തന്മാരായ ആളുകളെ ബഹുമാനിക്കുകയും അവരുടെ വേല നിമിത്തം അവരെ സ്നേഹിക്കുകയും ചെയ്യണം. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിത അവസ്ഥ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം 15-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്നതിന് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട് എന്ന് പറയുന്നതായിട്ട് നാം കാണും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ഭക്തിയോടെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആളുകളെ കരുതുന്ന ഒരു മനോഭാവമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആവശ്യത്തിലിരിക്കുന്ന ആളുകളെയും കൂടെ നാം കരുതുന്നു. അങ്ങനെയാണ് പൂർ ഫണ്ടിലൂടെയും പാലിയേറ്റീവ് കെയറിലൂടെയും വിവിധ തരത്തിൽ നാം പ്രത്യേക അവസരങ്ങളിലും അനവസരങ്ങളിലും സഹായങ്ങൾ നൽകുന്നത്. ഒരുപക്ഷെ ഉചിതമല്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ പോലും നമ്മുടെ സമീപത്ത് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ, ശരി ചോദിച്ചതല്ലേ അതുകൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ അടുത്തോ ഒക്കെ വന്ന് ചോദിച്ചാൽ ചിലർക്കെങ്കിലും നാം അങ്ങനെ നൽകുന്നുണ്ട്. കൂടുതലും നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ വിലയിരുത്തിയാണ് നൽകുന്നത്. എന്നാൽ നാം നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ വിശിഷ്ടമായ സ്വഭാവം മറ്റുള്ളവർ കാണുന്നതിനുള്ള അവസരം ഉണ്ടാകണം എന്നതാണ് ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 14-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ വിശിഷ്ട സ്വഭാവം നാം പ്രകടമാക്കുമ്പോൾ യഹോവ ഭക്തിയുള്ള ആളുകളെ ബഹുമാനിക്കുക മാത്രം പോരാ, ക്രമം കെട്ട് നടക്കുന്നവരെ ഉപദേശിക്കുകയും വേണം എന്ന് പറയുന്നു. അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. പലതരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുള്ള ആളുകളുണ്ട്. അവരെങ്ങനെയെങ്കിലും അങ്ങനെ പോകട്ടെ എന്നല്ല, അവർക്ക് ബുദ്ധി ഉപദേശിച്ച് നേരെയുള്ള മാർഗത്തിൽ നടക്കുവാൻ അവരെ സഹായിക്കണം. ഉൾക്കരുത്തില്ലാത്ത ആളുകളുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ആളുകൾ, അവരെ ധൈര്യപ്പെടുത്തണം. അതിനുവേണ്ടി പല പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തുന്നു, കൗൺസിലിങ്ങിലൂടെ അവരെ സഹായിക്കുന്നു, സാമ്പത്തിക സഹായം നൽകുന്നു, അവർക്ക് ബുദ്ധി ഉപദേശിച്ച് അവരെ നേരെയുള്ള കെൽപ്പുള്ള തരത്തിൽ ശക്തിയോടെ മുന്നോട്ട് ജീവിക്കുന്നതിന് അവരെ സഹായിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ വിശിഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. അത് അനുകരിക്കുന്ന ആളുകളായി നാം നിലനിൽക്കണം എന്ന് തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സെന്റ് അഗസ്റ്റിൻ തന്റെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടി ചിന്തിക്കുകയും എനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ ജീവിതത്തിൽ കുറ്റക്കാരനാകുന്നു എന്നതാണ്. അപ്പോൾ വിശുദ്ധനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ
അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാകത്തക്കവണ്ണം ദൈവികമായ ദർശനം തനിക്ക് ലഭിച്ചു. അതുകൊണ്ട് നാം നമുക്ക് വേണ്ടി തന്നെ ചിന്തിക്കുകയും നമുക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനുപരി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നു, കുറ്റവിമുക്തരായി തീരുന്നതിനുള്ള ഒരു അവസരം അതിലൂടെ ഉണ്ടാകുന്നു എന്നതാണ്. അപ്പൊ അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിത അവസ്ഥ നമുക്ക് ഏറ്റവും അനിവാര്യമാണ്. രണ്ടാമതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിത മൂല്യം ഉള്ളവരായിരിക്കുക. ദ ലൈഫ് ബേസ്ഡ് ഓൺ വാല്യൂസ് വിച്ച് ഈസ് പ്ലീസിംഗ് ടു ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം നാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്കുണ്ടാകണം. നാം പറയുന്നത് ദൈവവചനത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. അങ്ങനെയുള്ള ധാർമ്മിക മൂല്യങ്ങൾ നമുക്ക് നമ്മുടെ കൽപ്പനകളിലൂടെ, കർത്താവ് നൽകിയ കൽപ്പനകളിലൂടെ, ഭാഗ്യവചനങ്ങളിലൂടെ, സുവിശേഷത്തിലൂടെ, തിരുവചന ധ്യാനത്തിലൂടെ, തിരുവചന ചിന്തകളിലൂടെ എല്ലാം ലഭ്യമാകുന്നുണ്ട്. ഈ ദർശനങ്ങൾക്ക് അനുസൃതമായി നാം നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ മാത്രമേ ജീവിതം ശ്രേഷ്ഠകരമായി മാറുന്നുള്ളൂ. നാം സെഖറിയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇടയിൽ വസിക്കുന്ന ഒരു ദൈവത്തെ കാണുകയാണ്. ഈ ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ അതിനനുസൃതമായ ഒരു ജീവിത ശൈലിയാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത്. അങ്ങനെ ആ ജീവിത ശൈലി നമുക്കുള്ളപ്പോൾ നമുക്ക് ശിക്ഷണം നൽകിയിരിക്കുന്ന, നമുക്ക് പ്രത്യേക ഉപദേശം നൽകി നമ്മെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിന്റെ ഉപദേശത്തിന് വിരുദ്ധമായി ചെയ്യുന്നതിന് നമുക്ക് കഴിയേയില്ല എന്നതാണ്. ഒരു ഭവനത്തിൽ അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ, അമ്മ കൂടെ ഉണ്ടെങ്കിൽ മക്കൾ പ്രത്യേകം ശ്രദ്ധയോടെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അങ്ങനെ അല്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കളെ പ്ലീസ് ചെയ്യുവാൻ, അല്ലെങ്കിൽ അവരെ പ്രത്യേകം അവരുടെ അംഗീകാരം ലഭിക്കുന്നതിന് കഴിയാത്ത ആളുകളായി മാറും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ ശ്രമിക്കാറുണ്ട്. സ്കൂളുകളിലോ കോളേജുകളിലോ ആണെങ്കിൽ അധ്യാപകരെ പ്ലീസ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരു ഓഫീസിലാണെങ്കിൽ അവിടെ ഓഫീസറുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ദൈവത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ബേസിക് വാല്യൂസ് ഉണ്ട്, ധാർമ്മികമായ അടിസ്ഥാന മൂല്യങ്ങളുണ്ട്. അത് വിട്ടുകളയാൻ പാടില്ല എന്നതാണ്. പല ആളുകളും അവരുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കുന്ന അവസരങ്ങളിൽ പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ എൻ്റെ ഓഫീസറോട് പറയുന്നതിന് ഒരു അവസരം ഉണ്ടായി, ഞാൻ അല്ലെങ്കിൽ എൻ്റെ പപ്പയോട് ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞു, അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ശരിയാണ്, നല്ലതാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ ഡേ ടു ഡേ അഫയേഴ്സിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. പക്ഷെ എന്നാൽ അത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണം എന്ന് തിരുവചനം പറയുന്നുവോ അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരിക്കും. യേശു എന്ന അടിസ്ഥാനം ആശയവല്ലത്രേ. പാട്ടുകാരൻ പാടുന്നുണ്ട്, നമ്മുടെ പാട്ടുപുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പാട്ടാണ്. അങ്ങനെ അടിസ്ഥാനമായിരിക്കുന്ന യേശുവിലാണോ നമ്മുടെ ജീവിതചര്യകൾ മുന്നോട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുള്ളൂ, ആനന്ദപ്രദമായ ജീവിതത്തിന്റെ ഉടമകളായിട്ട് മാറുന്നതിന് കഴിയുള്ളൂ. ആനന്ദമുണ്ട്, എനിക്ക് ആനന്ദമുണ്ട് യേശുവിന്റെ സന്നിധിയിൽ എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആനന്ദം അല്ലെങ്കിൽ സച്ചിദാനന്ദം കണ്ടെത്തുന്നതിന് കഴിയുന്ന ആ മനസ്സുള്ള അവസ്ഥയിൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ആനന്ദത്തിന്റെ ഉറവിടമായിരിക്കുന്ന നമ്മുടെ കർത്താവാണ്. ഈ കർത്താവിനെ കാണുമ്പോൾ, കർത്താവിനെ അനുഭവിക്കുമ്പോൾ ആനന്ദമുണ്ടാകുന്നു. മറിയയുടെ ജീവിതം, എലിസബത്തിന്റെ ജീവിതം എല്ലാം നോക്കുമ്പോൾ അവിടെ ആനന്ദിക്കുന്ന അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കുന്നതിന് കഴിയും. നമ്മുടെ ജീവിതം അങ്ങനെയായി തീരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിൽ ആ യുവതികളുമായ കുഞ്ഞുങ്ങളോട്, ആ വ്യക്തികളോട്, യുവാക്കളോട്, യുവതികളോട് പറയുമ്പോൾ, അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സയൻസ്, ഹ്യൂമാനിറ്റി ആൻഡ് റിലീജിയൻ എന്ന വിഷയത്തെ അധികരിച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, മനുഷ്യൻ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും
മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിൽ ദൈവത്തിലുള്ള വിശ്വാസവും മതബോധനവും അടിസ്ഥാനമല്ല എങ്കിൽ മനുഷ്യൻ തെറ്റിപ്പോകും എന്നതാണ്. അപ്പോൾ ദൈവവിശ്വാസവും ദൈവത്തിലുള്ള അടിസ്ഥാനമായിരിക്കുന്ന ധാർമ്മികമായിരിക്കുന്ന ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? നമ്മുടെ അടിസ്ഥാനം എവിടെയാണ്? യേശുക്രിസ്തുവിൽ അടിസ്ഥാനമുള്ളവരായി ദൈവത്തിന് പ്രസാദകരമായ മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കുന്നതിൽ നാം ഒരിക്കലും പരാജയപ്പെട്ടു പോകാനായിട്ട് പാടില്ല. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ഇത് വളരെ വ്യക്തമായി പറയുക, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലായ്പ്പോഴും നന്മ ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കണം. അതാണ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായിട്ട് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത് ഹോൾഡ് ഓൺ ടു വാട്ട് ഈസ് ഗുഡ്, ലീവിംഗ് ബിഹൈൻഡ് ഈവിൾ. തിന്മകളെ ഉപേക്ഷിച്ചുകൊണ്ട് എന്താണ് നല്ലത് അതിനെ മുറുകെ പിടിപ്പിൻ എന്ന് അദ്ദേഹം നമ്മെ ഉപദേശിക്കുന്നതായിട്ട് കാണുന്നു. നല്ലതിനെ മുറുകെ പിടിക്കുന്ന ഒരവസ്ഥ ഇവിടെ നാം കാണുമ്പോൾ വേദപുസ്തകത്തിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 5-ാം വാക്യത്തിൽ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കും. അപ്പോൾ നല്ലത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആത്മാവിനെ കെടുക്കുവാൻ കഴിയില്ല, ആത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ കഴിയില്ല, ആത്മാവിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ കഴിയില്ല. കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനമുള്ള ദൈവവചനത്തിൽ ബോധ്യമുള്ള ഒരാളിന് മദ്യപിക്കാൻ കഴിയില്ല, ഒരാളിന് ദോഷകരമായി ജീവിക്കുവാൻ കഴിയില്ല, തന്റെ സമ്പത്ത് ദുർവിനിയോഗം ചെയ്യുന്നതിന് കഴിയില്ല, എങ്ങനെയെങ്കിലും ജീവിക്കുന്നതിന് കഴിയില്ല. അടുക്കും ചിട്ടയുമുള്ള വളരെ ക്രമീകൃതമായ ഒരു ജീവിതത്തിന്റെ ഉടമയായിരിക്കുന്നതിന് സാധിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിന് ദൈവം അവസരം നൽകുമ്പോൾ അത് നിർവഹിക്കുന്നതിൽ പരാജയപ്പെടാൻ കഴിയില്ല. അതിന്റെ പൂർണ്ണതയ്ക്കായി നിലനിന്ന് തന്റെ കർത്തവ്യം യഥായോഗ്യം പൂർത്തീകരിക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടാകും. അങ്ങനെ നല്ലത് മുറുകെ പിടിച്ച് ജീവിക്കുന്നതിന് കഴിയുന്ന ഒരവസ്ഥ. മുള്ളായാലും മുറുകെ പിടിക്കുക എന്നെല്ലാം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ദൈവവചനം പറയുന്നത് നല്ലത് മുറുകെ പിടിക്കുക. അത് എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുക, പ്രവചനം അനുസരിക്കുക, പ്രവചനത്തെ വിലയുള്ളതായിട്ട് കാണുക, ഇതെല്ലാമാണ് നല്ലത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ നമുക്ക് തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതിന് സാധിക്കും. തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരുന്ന് നല്ലത് മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നതാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ആനന്ദം എന്നതല്ല, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ സമ്മിശ്രമായ സാഹചര്യങ്ങൾ വരും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ, ദുഃഖസാന്ദ്രങ്ങളിൽ അവിടെ സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ ആനന്ദം കണ്ടെത്തുന്നതിന് കഴിയും എന്നതാണ്. ആനന്ദം, പരമാനന്ദം എന്നതാണ് ദൈവത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നാം പാടാറുള്ളത്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നാം പാടുമ്പോൾ ആ ആനന്ദവും പരമാനന്ദവും അനുഭവിക്കുന്നതിന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് നാം പ്രവാചകൻ പറയുന്നത് പോലെ വിട്ടുകളയേണ്ടത് വിട്ടുകളയണം. ജീവിതത്തിൽ നമുക്കെല്ലാം വേണം എന്ന് പറയുമ്പോൾ എല്ലാം നമുക്കുള്ളതല്ല, മറ്റുള്ളവർക്കും കൂടെ ഉള്ളതാണ്. മറ്റുള്ളവർക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക, നമുക്കുള്ളത് നമുക്ക് എന്ന ചിന്ത ഏറ്റവും അത്യാവശ്യമാണ്. അതനുസരിച്ച് വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞ് മുറുകെ പിടിക്കേണ്ടതിന് മുറുകെ പിടിച്ച് വിട്ടുപോരേണ്ട സ്ഥലത്ത് നിന്ന് നാം വിട്ടുപോകുന്നു ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. അങ്ങനെ തീർന്നാൽ നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായി തീരും എന്നതിന് സംശയമില്ല. തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയബോധം മാത്രമേ, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് യഥോചിതം ജീവിക്കുന്ന ജീവിതം മാത്രമേ ആനന്ദത്തിന്റെ ഉറവിടമായി മാറുന്നുള്ളൂ, ആനന്ദത്തിന് കാരണമായി തീരുന്നുള്ളൂ. അവരോട് ചേർന്ന് ദൈവം ഉണ്ട് എന്നതാണ് ആനന്ദത്തിന് കാരണമായി തീരുന്ന സാഹചര്യം. അതുകൊണ്ട് ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. ഇവിടെ നോക്കുമ്പോൾ ഗ്രോ ഇൻ ഗ്രേറ്റ് ക്യാരക്ടർ, ദ ലൈഫ് ബേസ്ഡ് ഓൺ വാല്യൂസ് വിച്ച് ഈസ് പ്ലീസിംഗ് ടു ഗോഡ്, ഹോൾഡ് ഓൺ ടു വാട്ട് ഈസ് ഗുഡ്, ലീവിംഗ് ബിഹൈൻഡ് ദ ഈവിൾ. ജീവിതത്തിലെ തിന്മകളെ ഉപേക്ഷിച്ച്
എന്താണ് നല്ലതിനെ മുറുകെ പിടിക്കുക? നമ്മുടെ ജീവിത മൂല്യങ്ങൾ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന് പ്രസാദമുള്ളതായിട്ടുള്ളത് ചെയ്യുന്നതിന് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശിഷ്ടമായിരിക്കുന്ന സ്വഭാവമുള്ള ആളായിട്ട് നമ്മുടെ ജീവിതത്തിലെ വിശിഷ്ട സ്വഭാവങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുക. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആനന്ദത്തോടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ. അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സമൃദ്ധിയായി മുന്നോട്ട് നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 211 പാട്ട് ചേർന്ന് പാടി പ്രാർത്ഥനയോട് ആശീർവാദത്തോടും കിടന്നില്ല. 211 പാട്ട്. നാം കേട്ട തിരുവചനം കേൾക്കാൻ സുഖമായി നമ്മെ തന്നെ ഒരിക്കൽ കൂടെ കർത്താവിൽ വിനയപ്പെടുത്താം. നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനും ആനന്ദകരമായ ജീവിതം നയിക്കുന്നതിനുള്ള അവസരം തരേണ്ടതിന് കർത്താവ് വിടേണ്ടത് വിട്ടോടി, പിടിക്കേണ്ടത് മുറുകെ പിടിച്ച് ദൈവത്തിലുള്ള ആശ്രയബോധം വെച്ച് ക്രിസ്തീയ ദൈവമക്കളുമായുള്ള കൂട്ടായ്മ ഭക്തന്മാരായി നിലനിൽക്കുവാൻ ദൈവമേ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം. തിരുവചനത്തിനനുസൃതമായി ഞങ്ങളെല്ലായ്പ്പോഴും അങ്ങയിൽ സമീപത്തായിരിക്കുവാനും ആനന്ദം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യശക്തിയിൽ ഞങ്ങളെല്ലായ്പ്പോഴും ആശ്രയിക്കുവാനും ആ പ്രഭാപൂരിതമായ ജീവിതാവസ്ഥയിൽ ഞങ്ങൾ വളർന്ന് പ്രശോഭിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങളെ ലോകത്തിലേക്ക് സമാധാനത്തോടെ പുറപ്പെട്ടു പോകുവാൻ സഹായിക്കണമേ.
അവിടുത്തെ ആശീർവാദത്താൽ നിറയ്ക്കണമേ. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ ഇടയിലുണ്ടായ നമ്മോടെല്ലാവരോടും നാം കേട്ട തിരുവചന സത്യങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കാലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. ആമേൻ.